നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കാനായി അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അദ്ദേഹം വിമാനമിറങ്ങുക. വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം റോഡ് മാർഗം രാജ്ഭവനിലേക്ക് എത്തും. രാജ്ഭവനിൽ ഗവർണറുമായി അത്താഴ വിരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തങ്ങുന്നത്. പ്രധാനമന്ത്രി നാളെ രാവിലെ 10 മണിയോടുകൂടി, ഏതാണ്ട് 10:15 വിഴിഞ്ഞത്തെത്തും. അദ്ദേഹം പാങ്ങോട് സൈനിക ആസ്ഥാനത്ത് നിന്നുമായിരിക്കും, ഹെലികോപ്റ്ററിലായിരിക്കും വിഴിഞ്ഞത്തേക്ക് തിരിക്കുക. ഏതാണ്ട് 10:15 വിഴിഞ്ഞത്തൊരുക്കിയിട്ടുള്ള 3 ഹെലിപാഡുകളിൽ ഒരെണ്ണത്തിൽ അദ്ദേഹം വിമാനമിറങ്ങും എന്നാണ് ലഭിക്കുന്ന സൂചന. 11 മണിയോടുകൂടി അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനു മുമ്പ് അദ്ദേഹം ടെക്നിക്കൽ റൂമിൽ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തും. 12 മണിയോടുകൂടി അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചു പോകും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം രാഷ്ട്രം ഒരു വലിയ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രം ഭീകരതയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് സൈനികമായി തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാഷ്ട്രം. സേനകൾക്ക് പൂർണ്ണ അധികാരം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നൽകി കഴിഞ്ഞു. തിരിച്ചടിയുടെ സമയവും രീതിയും ഒക്കെ സൈന്യത്തിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും സൈന്യം ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയേക്കാം. ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. അതായത് പ്രധാനമന്ത്രിക്ക് സാധാരണയായി SPGയുടെ സുരക്ഷാ വലയമാണുള്ളത്. പക്ഷേ ഇത്തവണ SPGയുടെ സുരക്ഷാ വലയത്തിനപ്പുറത്തേക്ക് 3 സേനാ വിഭാഗങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷയൊരുക്കുന്നു ഈ യാത്രയിൽ എന്നുള്ളതാണ്. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള യാത്ര, അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടുള്ള യാത്ര, ഇതിലെല്ലാം 3 സേനാ വിഭാഗങ്ങളും സുരക്ഷയൊരുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം തിരുവനന്തപുരത്തേക്ക് പറക്കുന്നത് ഈ വ്യോമസേനയുടെ പ്രത്യേക യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മാത്രമല്ല, അദ്ദേഹം വിഴിഞ്ഞത്ത് ഈ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിൽ വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഉൾക്കടലിൽ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രിക്കായി സുരക്ഷ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, വിഴിഞ്ഞം തീരത്ത് ഉൾക്കടലിൽ അന്തർവാഹിനിയുടെ സാന്നിധ്യം വരെയുണ്ട് എന്നുള്ളതാണ്. കരസേനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുക്തമായ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ, പല ഘട്ടങ്ങളായിട്ടുള്ള സുരക്ഷ ഒരുക്കുന്നതിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ചരിത്രത്തിലാദ്യമായി പ്രധാനമന്ത്രി ഈ കേരളത്തിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നുള്ളതാണ്. ആ സാഹചര്യം യുദ്ധസമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ SPGയുടെ സുരക്ഷയ്ക്കപ്പുറം ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും പ്രത്യേക സുരക്ഷയിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി, ഒരേ ഒരു ഔദ്യോഗിക പരിപാടി മാത്രമാണ് കേരളത്തിലുള്ളത്. അത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. വളരെ നിർണായകമായ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി എത്തുക. ഈ സാഹചര്യത്തിൽ, അതായത് അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീർച്ചയായും മറ്റ് അടിയന്തര സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രി കേരളത്തിലെത്തും എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ കേരള പോലീസും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷ, പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കും രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്കുമുള്ള റോഡ് മാർഗമുള്ള പാത അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് പാങ്ങോട് നിന്നും വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് എങ്കിൽ റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റോഡ് മാർഗമുള്ള ഈ പ്രധാനമന്ത്രിയുടെ യാത്രാപാതയിലുടനീളം കഴിഞ്ഞ ദിവസം ട്രയൽ റൺ അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വരവിനായി കേരളം കാത്തിരിക്കുകയാണ്. അതീവ സുരക്ഷയിൽ, അതായത് അസാധാരണമായ സുരക്ഷയിലാണ്, ഭാരതത്തിൻ്റെ സേനാ വിഭാഗങ്ങൾ ഒരുക്കുന്ന സുരക്ഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ കേരളം സന്ദർശിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട.
ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.